മുസ്ലിം സമുദായത്തെ ചിലരെങ്കിലും ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തീവ്രവാദത്തിലൂടെ ഒരു കാര്യവും വിജയിക്കുകയില്ല, ഭീകരതയിലൂടെ വിജയിക്കില്ല. അങ്ങനെ വിജയിപ്പിച്ചതല്ല ഇസ്ലാം. ഇസ്ലാം മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് മാത്രം വിജയിച്ചതാണ്. അവരുടെ കറാമത്ത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇസ്ലാം വളർന്നത്. നിങ്ങൾ കേട്ടില്ലേ, എത്രയെത്ര കറാമത്തുകൾ ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു അജ്മീരിൽ വന്നു. അങ്ങനെ അവിടെ താമസമായപ്പോൾ ആളുകൾ ഇങ്ങനെ അവിടുത്തെ കറാമത്ത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവിടെയുള്ള ചില ആളുകൾക്ക് ഭരണാധികാരി അടക്കം പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ്, ഭരണാധികാരി അടക്കം ആളുകൾക്ക് ശത്രുത വരികയും അവർ തീരുമാനിച്ചു ഖാജ മുഈനുദ്ദീൻ ചിശ്തിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇവിടുന്ന് നാട് കടക്കണമെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളം തടയുകയല്ലാതെ പാടില്ല, മാർഗമില്ല. അതാ ഇന്നും നിങ്ങൾ അജ്മീരിൽ ചെന്നാൽ കാണുന്ന വലിയ കുളം, അനാസാഗർ എന്ന് പറയുന്ന കുളം, ആ കുളത്തിൽ നിന്നാണ് എല്ലാവരും കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ ഭരണാധികാരി ഓർഡറിട്ടു, ഒരൊറ്റ മുസ്ലിമും ഈ കുളത്തിൽ നിന്ന് കുളിക്കാൻ പാടില്ല, വെള്ളമെടുക്കാൻ പാടില്ല. ഇതങ്ങ് പറഞ്ഞ സമയത്ത് ജനങ്ങളെല്ലാം ബേജാറായി. വേറെ എവിടെയും വെള്ളമില്ലല്ലോ, നമ്മൾ നാട് കടക്കേണ്ടി വരും. ഈ വിവരം ഹാജയോട് വന്ന് പറഞ്ഞപ്പോൾ അവര് പറയുന്നു, ഒരു കൂസിൽ, ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഇന്ന് നമുക്ക് മുക്കിയെടുക്കാൻ സമ്മതം തരുമോ എന്ന് ചോദിക്കുക. അങ്ങനെ തന്നാൽ അത് മുക്കിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ആളുകൾ ചെന്നിട്ട് പൃഥ്വിരാജനോട് ചോദിക്കുന്നു, ഒരു കൂസിൽ വെള്ളം എടുക്കാൻ സമ്മതിക്കുമോ? പിന്നീട് ഞങ്ങൾ ആരും എടുക്കുന്നില്ല. അവൻ സമ്മതം കൊടുത്തു. ആ കൂസിലെ വെള്ളം ബഹുമാനപ്പെട്ട ഖാജയുടെ മുമ്പിൽ കൊണ്ടുവച്ചു സൂക്ഷിച്ചു വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതോ ഏകദേശം കിലോമീറ്ററോളം നീളമുള്ള കുളം, അത്ര തന്നെ വീതിയുള്ള കുളം, ആഴമുള്ള കുളം, അതിലെ വെള്ളമതാ നേരം വെളുത്തു നോക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും അവിടെയില്ല. എല്ലാ വെള്ളവും പറ്റി ഉണങ്ങിപ്പോയി കേട്ടോ. അതാ പൃഥ്വിരാജനത് അടക്കം മുട്ടുകുത്തിപ്പോയി. ഇവിടെയും രാജാവ് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാമെന്നല്ല. ബഹുമാനപ്പെട്ട ഖാജ പറഞ്ഞത് വേണ്ട, അയാൾ ഭരിക്കുന്ന ആളല്ലേ, അയാൾ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അതാ ബഹുമാനപ്പെട്ട ഖാജ മുഴുവൻ ആളുകളെയും സമാധാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ വെള്ളമില്ല. ഉടനെ അതാ ഓടി വരുന്നു, എല്ലാവരും ഓടി വരുന്നു. ഓ ഖാജ, ഇനി മേലിൽ ഞങ്ങൾ വെള്ളം തടയുകയില്ല, ഞങ്ങൾക്ക് വെള്ളം മടക്കിത്തരണം എന്ന് പറഞ്ഞ സമയത്ത് ഈ കൂസിൽ വെച്ചിട്ടുള്ള വെള്ളം കുളത്തിൽ കൊണ്ടുപോയി ഒഴിക്കാൻ പറയുകയും അങ്ങനെ ഒഴിച്ചപ്പോൾ പഴയതുപോലെ തന്നെ കുളം നിറയുകയും ചെയ്ത ചരിത്രം നിങ്ങൾ ഓർക്കണം. അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് 100,000-ഓളം ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അടിച്ചമർത്തിയിട്ടല്ല ഇസ്ലാം ഉണ്ടായത്. ഈ ഒരൊറ്റ കറാമത്ത് കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് ആ പൃഥ്വിരാജനെന്ന രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി വിശ്വസിച്ചത്. അദ്ദേഹം പറയുന്നു, ജനങ്ങളെ, ഇത് സിഹിറല്ല, ഇത് വഞ്ചനയല്ല, ഇത് കൺകെട്ടല്ല, ഇത് സത്യമായ മതത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യമായി വിശ്വസിക്കുകയും അദ്ദേഹത്തെ തുടർന്ന് 100,000 ആളുകൾ അന്നത്തെ ദിവസം തന്നെ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഔലിയാക്കള്, ആരിഫീങ്ങള്, സ്വാലിഹീങ്ങള് അവരിങ്ങനെ ഇവിടെ നമ്മൾ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമുണ്ട്. എത്രയോ അറിയപ്പെടാത്തവരുണ്ടാകും. അവരുടെ ദുആ, അവരുടെ ബറക്കത്ത്, അവരെ കൊണ്ടാണ് നമ്മളെ ലോകം നിലനിൽക്കുന്നത്. ഹൽ തുൻസറൂന ഇല്ലാ ബിദുഅഫാഇകും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ സാധുക്കളായ പാവപ്പെട്ടവരായി തോന്നുന്ന ചില ആളുകളുണ്ട്. അവരുടെ ദുആ കൊണ്ടും അവരെ ബറക്കത്ത് കൊണ്ടുമാണ് നിങ്ങൾക്ക് സഹായം നൽകപ്പെടുന്നത്, അല്ലാതെ മറ്റൊരാളെ കൊണ്ടല്ല കേട്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ മഹത്തുക്കളായ മഹാന്മാരായ ഔലിയാക്കളും ആരിഫുകളും സാലിഹുകളും നടന്നു വന്ന വഴി ശരിയായ നിലക്ക് മുറുകെ പിടിക്കുകയും അവരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ മദ്രസ വളരെ ഭംഗിയുള്ള മദ്രസ, ഉറപ്പുള്ള മദ്രസയാണ്. അൽഹംദുലില്ലാഹ് 31 ലക്ഷം ഉറുപ്പികയോളം ഇതിന് ചിലവായി എന്ന് കണക്ക് കാണിക്കപ്പെടുന്നു. കണ്ടാൽ അതിലും അധികം ചെലവായതായിട്ടാണ് തോന്നുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സഹായിച്ച എല്ലാവർക്കും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഞങ്ങൾ പരിഷ്കരിച്ച സിലബസ് ഉണ്ടാക്കി എല്ലാ നാട്ടുകാർക്കും പറ്റുന്ന വിധത്തിലുള്ള സിലബസ് ഏകീകരിച്ച് ഉണ്ടാക്കി ഡൽഹി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ, ആ ബോർഡിന്റെ കീഴിൽ ഇന്ന് 7 ഭാഷയിൽ പുസ്തകം ഉണ്ട്. മലയാളം, അറബി മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഉറുദു, അറബി, ഇങ്ങനെ 7 ഭാഷയിലുണ്ട്. ഇപ്പോ ആഫ്രിക്കക്കാർ അവരുടെ ഭാഷയിൽ അടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മുടെ മദ്രസ ഇന്ന് കാശ്മീരിലും ഒറീസയിലും ബംഗാള്, UP, ബീഹാർ, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തും ഇന്ത്യയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആധുനികമായ സിലബസാണ് നമ്മുടെ മദ്രസയിലുള്ളത്. ആ സിലബസ് പ്രകാരം കുട്ടി പഠിച്ചാൽ തീർച്ചയായും ആ കുട്ടി നല്ലവരായിത്തീരും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും ആളുകളുമായി തീരുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളും ഒരു മദ്രസയാണ്, കുട്ടികളുടെ മദ്രസയാണ് ഉമ്മമാര്. ഈ ഭാഗത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. വേറെ ചില ഭാഗത്തൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ കുട്ടികളെ കളിപ്പിക്കും. 2, 3, 4 വയസ്സായി വരുമ്പോ ചെറിയ കുഞ്ഞുങ്ങളെ ഓമനിച്ച് കളിപ്പിക്കുമ്പോ എന്താ കള്ള നീ നോക്കുന്നു നോക്കി കുട്ടിനോട്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മ തമാശയിലാണ് കള്ളൻ നിന്ന് കുട്ടിയെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ കുട്ടിയുടെ ഹൃദയത്തിൽ കള്ള എന്ന് വിളിക്കൽ ഉറച്ചു കഴിഞ്ഞു പോയി. എന്റെ ഉമ്മമാരെ, നിങ്ങളെ വായിൽ നിന്ന് ഒരിക്കലും അത്തരം നീചമായ നികൃഷ്ടമായ വാക്കുകൾ വരാൻ പാടില്ല. പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ആരിൽ നിന്നും ഒരിക്കലും മോശമായ വാക്കുകൾ വരാൻ പാടില്ല. നല്ല സ്വഭാവമുള്ളവരാവണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് കാണാം.
അഖ്റബുൻ നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ.